ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് 5 ദിവസങ്ങൾക്ക് മുമ്പാണ് 30 വയസ്സുള്ള ഒരു യുവാവും സഫീർ എന്നുള്ളൊരു യുവാവും 1.5 വയസ്സുള്ള മെഹറിൻ ഒരു കുഞ്ഞുമായിട്ട് മിസ്സിങ് ആവുന്നത്, കാണാതാവുന്നത്. അപ്പോൾ ഇവർ പോയിരിക്കുന്നത്, സഫീർ പോയത് ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ കൊണ്ട് പോയത്. അതിസുന്ദരിയായ ഒരു യുവതിയായിട്ടാണ് ഇയാൾ മുങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് സഫീർ എന്നൊരു യുവാവ് മുങ്ങിയിരിക്കുന്നത്. അത് വന്നിട്ട് സഞ്ജിത ചാറ്റർജി എന്നൊരു യുവതിയായിട്ടാണ് ഇയാൾ മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ഇവള്. അപ്പോൾ ബംഗാളിലെ പത്രത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തിരിക്കുകയാണ് ഈ സഫീറിന്റെ ഭാര്യ. അപ്പോൾ ഈ ഒന്നര വയസ്സായ കുഞ്ഞ് അദ്ദേഹത്തിന് മോൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം പോയിരിക്കുന്നത് കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ടാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന സമയത്ത് ആ മോൾക്ക് പനി ഉണ്ടായിരുന്നു. അപ്പോഴും ആ പാവപ്പെട്ട ഭാര്യ അറിയുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ ചതിക്കുകയാണെന്ന് അറിയുന്നില്ല. അപ്പോഴും ഭാര്യ ആ ഭർത്താവിനെ വിശ്വസിച്ചു. ഇത് തന്നെയാണ് മിക്കവരുടെയും അവസ്ഥ. ഭാര്യയെ ഭർത്താവ് ചതിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു. അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല. നമ്മുടെ ഒരു വിശ്വാസം അതിൻ്റെ പുറത്താണല്ലോ എല്ലാം. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ വാപ്പ കൊണ്ടുപോകുന്നതിന് ആരും കുറ്റം പറയില്ല. അപ്പോൾ സാധാരണ പോകുന്ന രീതിയിൽ പോകുന്നു എന്നായിരിക്കും ഈ ഭാര്യ വിചാരിക്കുന്നത്. ഈ ഒരു ബന്ധം വളർന്നിരിക്കുന്നത് ചെന്നൈയിൽ, സജീർ ചെന്നൈയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയും ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഇവർ പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും. അങ്ങനെ ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഈ യുവതിക്കും ഒരു കുഞ്ഞുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരിൽ നിന്നും ഇവർ കൊണ്ടോട്ടിയിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ഇവർ പോയിട്ടുണ്ട്. അതുപോലെ ഇവരുടെ കൂടെ ഇവർ 4 പേരാണ്. അപ്പോൾ സഫീറിൻ്റെ കുഞ്ഞും അതുപോലെ തന്നെ ഈ യുവതിയുടെ കൂടെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഇവർ 4 ആളാണ് എന്നാണ് ഓട്ടോറിക്ഷക്കാരൻ കൊടുത്തിരിക്കുന്ന വിവരം. അപ്പോൾ ഇതിപ്പോൾ പോലീസിനും വലിയ ഇതില്ല. എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം പിതാവ് തന്നെയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ദാമ്പത്യ പ്രശ്നമാണ്. അതിപ്പോൾ കൂടുതലായിട്ട് പോലീസിനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് പോലീസിന് ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ പ്രായപൂർത്തി ആൾക്കാരാണ്. അവർക്ക് എന്തും ചെയ്യാനുള്ളൊരു ഇത് നിയമത്തിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് എന്താ പറയുക, ആ കുഞ്ഞിന് അമ്മയെ ലഭിക്കണം, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് കുഞ്ഞിനെ ലഭിക്കണം എന്നൊരു ഇതാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഇത് വരുന്നത്. അപ്പം അങ്ങനെ അവർക്ക് തിരിച്ചു കിട്ടട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ സഫീറിനും ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. എന്താ ചോദിച്ചാൽ ചില പെൺകുട്ടികൾക്ക് വാപ്പമാരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും സഫീർ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ട്. ആ കുഞ്ഞിനെ വിട്ടു പോകാൻ ഒരിക്കലും മനസ്സ് വന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് മാത്രമായിരിക്കും സഫീർ കുഞ്ഞിനെ കൊണ്ടുപോയത്. പക്ഷെ ആ ഉമ്മയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. എത്ര പാല് കുടിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കാണാതാകുമ്പോഴുള്ള ആ ഒരു അമ്മയുടെ അവസ്ഥ എത്രമാത്രം ദുരിതമായിരിക്കും എന്ന് പറഞ്ഞു നോക്ക്. ഇപ്പോൾ ഇവർ എവിടെ പോയിട്ട് ഇരുന്നാലും ആ സഫീറിനും അതുപോലെ തന്നെ ഈ അവൻ്റെ കൂടെ പോയ സഞ്ജിത എന്നുള്ള ആ യുവതിക്കും ഒരിക്കലും സമാധാനം ഉണ്ടായില്ല. എന്താ വെച്ചാൽ ആ കുഞ്ഞ് പാല് കുടിക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ ആ അമ്മയിൽ നിന്ന് പിരിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിലും വ്യക്തമായിട്ടുള്ള ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സൈഡിൽ ആ ഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ഉമ്മാക്ക് ആ കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും സഫീറിനെ കിട്ടിയിട്ട് സഫീർ അത്രയും പ്രണയിച്ചു പോയിരിക്കുന്നു ഈ സഞ്ജിത എന്നുള്ളൊരു യുവതി. ഇപ്പോൾ സഞ്ജിത എന്നുള്ളൊരു യുവതി ഈ സഫീറിന്റെ കൂടെ ഇറങ്ങി വന്നു. ഈ സഞ്ജിത എന്നുള്ള യുവതിയും ഒരു ഭർത്താവിനെ ചതിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവന്റെ കൂടെയും ഇരിക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഒരാളെ ഒരു സ്വന്തം ഭർത്താവിനെ ചതിച്ച ആൾക്ക് ഒരിക്കലും മറ്റൊരാളെ ചതിക്കാൻ ഒരു ഇതും ഉണ്ടാവില്ല, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് നിഷ്പ്രയാസം അവരത് ചെയ്യും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു 2 പേരും 2 കുടുംബത്തിനെയാണ് ചതിച്ചിരിക്കുന്നത്. സഫീർ ആണെങ്കിലും അതുപോലെ തന്നെ ഈ സഞ്ജിത എന്നുള്ള യുവതിയാണെങ്കിലും 2 കുടുംബത്തിനെ ചതിച്ചിട്ടാണ് ഇവർ ഒന്നിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ കുഞ്ഞിനെയെങ്കിലും ആ ഉമ്മാക്ക് തിരിച്ച് ലഭിക്കട്ടെ എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിഞ്ചു കുഞ്ഞാണ്, മുലപ്പാൽ പോലും കൂടി കഴിയാത്ത കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിനെ എന്തായാലും ആ ഉമ്മാക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.